ചാനൽ ചർച്ചകളിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പേരാണ് ഉണ്ണി ബാലകൃഷ്ണനും വേണു ബാലകൃഷ്ണനും. രണ്ടുപേരും പ്രഗത്ഭനാണ്, മിടുക്കരാണ്. രണ്ടുപേരും മാതൃഭൂമിയിലായിരുന്നു, മാതൃഭൂമി പത്രത്തിലുണ്ടായിരുന്നു. അതിനുശേഷം മാതൃഭൂമി ചാനലിലേക്ക് പോയി. രണ്ടുപേരും ദീർഘകാലം മാതൃഭൂമി ചാനലുണ്ടായിരുന്നു. അതിൽ ഒരാൾ വേണു, പിന്നെ മീഡിയ വണിലേക്ക് പോയി, പിന്നെ 24 പോയി, പിന്നെ സകലയിടത്തും പോയി. ഇപ്പോൾ ബിഗ് ന്യൂസിലാണ്, ബിഗ് TV-യിലാണ് വർക്ക് ചെയ്യുന്നത്. കാശ് കിട്ടും. ഇപ്പോൾ കാശ് മാത്രമല്ല, വേണുവിനെ ഓരോ സ്ഥലത്തു നിന്നും, അത് മാതൃഭൂമി പത്രത്തിലെ കാര്യമായാലും മാതൃഭൂമി ചാനലിൽ നിന്ന് പോകാനുള്ള കാര്യമായാലും, ഞാൻ എൻ്റെ നല്ല സുഹൃത്തു കൂടെ ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പരിപാടികളിൽ, അദ്ദേഹം ആങ്കർ ചെയ്തിട്ടുള്ള ഒരുപാട് പരിപാടികളിൽ ഞാനും കൂടെ പോയിരുന്നിട്ടുണ്ട്. എന്നെ സാറിനൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ആ റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വേണുജി, താങ്കൾ എന്തുകൊണ്ടാണ് ഓരോ സ്ഥലത്തും താങ്കൾക്ക് അധികകാലം നിൽക്കാൻ പറ്റാത്തതെന്ന് ഞാൻ പറയുന്നില്ല, അത് അവിടെയുള്ള മറ്റ് സഹജീവനക്കാർ പറയും. ഉണ്ണി ബാലകൃഷ്ണൻ ഇതുപോലെ പല സ്ഥലത്തും പോയി കറങ്ങി, മാതൃഭൂമിയിലും റിപ്പോർട്ടറിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അവസാനം ഉണ്ണി ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ട്. ഉണ്ണി കുറച്ചുകൂടി ഈ പാൻ ഇന്ത്യ കാര്യങ്ങളും ഗ്ലോബൽ കാര്യങ്ങളും രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ വേണുവിൻ്റെ കഴിഞ്ഞൊരു ദിവസത്തെ ഒരു വീഡിയോ പ്രസ്താവന കണ്ടു. എത്ര മ്ലേച്ഛമാണ്, എത്ര മോശമാണ് വേണു പറയുന്നത്. വേണു ഏത് അമ്പലത്തിൽ പോയിട്ടാണ് രാവിലെ ഒരാൾ ഭക്ഷണം കഴിക്കാൻ അമ്പലത്തിൽ തൊഴാൻ വന്നാൽ 3 നേരവും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവുകയും വീട്ടിൽ ഭക്ഷണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു 10 അല്ലെങ്കിൽ ഒരു 5 ഹിന്ദു കുടുംബങ്ങളെ കാണിച്ചു തരാവോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഉത്സവകാലത്ത് പോലും 3 നേരവും ഭക്ഷണം കൊടുക്കുന്ന ഏത് അമ്പലമാണുള്ളത്? ഗുരുവായൂരിൽ കൊടുക്കുന്നു. രാവിലെ ഇഡ്ഡലി കൊടുക്കും, ഉച്ചയ്ക്ക് കഞ്ഞി ചോറ് കൊടുക്കും, വൈകുന്നേരം കഞ്ഞി കൊടുക്കും. ഗുരുവായൂരിൽ കൊടുക്കുന്നു. തിരുപ്പതിയിൽ രാത്രി കൊടുക്കുന്നു. തിരുപ്പതിയിലല്ല, മൂകാംബികയിൽ, അത് നമ്മളെ സ്റ്റേറ്റിലല്ല, എന്നാൽ രാത്രി കൊടുക്കുന്നു. ആറ്റുകാൽ കോവിൽ അടക്കമുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ രാവിലെ വൈകിട്ടോ ഒന്നും അന്നദാനമില്ല. ചില ക്ഷേത്രങ്ങളിൽ ഉച്ചയ്ക്ക് അന്നദാനം കൊടുക്കുന്നു. പാവപ്പെട്ട ക്ഷേത്രങ്ങളിൽ, കഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളിൽ രാവിലെ ചിലപ്പോൾ അന്നദാനം കൊടുക്കും. ഇത് നൂറ്റാണ്ടുകളായി, വേദകാലം മുതൽ അന്നദാനം, മഹാദാനം. അന്നദാനമാണ് ഹൈന്ദവ ജനതയുടെ ഏറ്റവും വലിയ ആരാധന, അർച്ചന. അമ്പലത്തിൽ പോയി കൊടുക്കുന്ന അർച്ചനയിൽ ഏറ്റവും വലിയ അർച്ചനയാണ് അന്നദാനം. അത് പ്രസാദമാണ്. വേണു അത് അമ്പലത്തിൽ പോയി അന്നദാനം നിൽക്കുന്ന ക്യൂ നിന്ന് 30 രൂപയ്ക്കോ 40 രൂപയ്ക്കോ 50 രൂപയ്ക്കോ കിട്ടുന്നൊരു ഊണ് പുറത്തുനിന്ന്. കാര്യം 1-2 കറിയല്ലേ ഉണ്ടാവുള്ളൂ. സാധാരണ അരി, ചിലപ്പോൾ സാമ്പാറോ അവിയലും തോരൻ അങ്ങനെ കാണത്തില്ല. രസവും സാമ്പാറും, പിന്നെ എന്തെങ്കിലും ഒരു കറി, ഒരു കൂട്ടുകറി എന്തെങ്കിലും കാണുമെങ്കിലേ കാണുള്ളൂ. അങ്ങനെ 2-3 കറികൾ മാത്രമുള്ള, അതൊരു ഹോട്ടലിൽ പോയി വാങ്ങാൻ പോയി 50 രൂപ പോലും ആവത്തില്ല. വീട്ടിൽ ചെയ്യാനാണെങ്കിൽ എത്രയാവത്തില്ല. അത്ര വളരെ കുറച്ച് തുകയാകുന്ന അമ്പലത്തിലെ അന്നദാനം കഴിക്കാൻ നട്ടുച്ച പോലെ ക്യൂ നിൽക്കാറുണ്ട് ആളുകൾ. നല്ല സമ്പന്നരാണ്, ടൗണിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്തിനാണ് അവരത് ചെയ്യുന്നത്? അത് പ്രസാദമാണ്. വേണു ആശ്രമങ്ങളിൽ പോയാൽ ഭക്ഷണം കഴിക്കാതെ ഒരാളെയും വിടത്തില്ല. അതാണ് ഗുരുവിന്റെ പരമ്പര. ഇതൊക്കെ വേണുവിനെ ആരാ പഠിപ്പിക്കുന്നത്? വേണുവിനോട് ആരാ പറഞ്ഞ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും 3 നേരവും ഭക്ഷണം കഴിക്കാൻ ആളുകൾ വന്നിരിക്കുമെന്ന്? ഒരു ക്ഷേത്രം കാണിച്ചു തരാമോ? ഒരാളെ കാണിച്ചു തരാമോ? രാവിലെ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം രാവിലത്തെ ഫുഡും കഴിച്ച്, ഉച്ചത്തെ ഫുഡും കഴിച്ച്, വൈകുന്നേരത്തെ ഫുഡും കഴിച്ചിട്ടേ വീട്ടിൽ പോയി അവിടെ ഇരിക്കുന്ന അമ്പലത്തിൽ അടകടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പല ആളുകളാണ്. രാവിലെ പറഞ്ഞ് കുറച്ച് പേരായിരിക്കും. അവർ ചിലപ്പോൾ രാവിലത്തെ ഫുഡ് ഉണ്ടെങ്കിൽ കഴിക്കും, ചിലർക്ക് ഉച്ചയ്ക്ക് ഉണ്ടെങ്കിൽ കഴിക്കും, ചിലർ രാത്രി കഴിക്കും. ഉത്സവ സീസൺ ആകുമ്പോൾ 4-5 ദിവസം ചിലപ്പോൾ ഇത് കൊടുക്കും. അല്ലാതെ ഒരിടത്തും ചെയ്യാറില്ല. 70-കൾ വരെ, 1970-80-കൾ വരെ കേരളത്തിലെ അമ്പലങ്ങളിൽ അന്തിച്ചോറിനും ഒരു നേരത്തെ ആഹാരത്തിനും പോറ്റിക്ക് ശമ്പളം കൊടുക്കാനും നമ്പൂതിരിക്ക് ശമ്പളം കൊടുക്കാനും ഒക്കെ ഒരു ചില്ലി കാശില്ലാതിരുന്ന അത്തപ്പട്ടണിക്കാരായിരുന്ന അമ്പലങ്ങളുണ്ട്, പോറ്റിമാരുണ്ട്. എനിക്കറിയാം. എൻ്റെ വളരെ ജൂനിയറായി പഠിച്ചൊരു പോറ്റി അമ്പലത്തിൽ പോകുന്നത് അമ്പലത്തിലെ പടച്ചോറ് വീട്ടിൽ കൊണ്ടുപോയി അമ്മയ്ക്കും അച്ഛനും ഒക്കെ കൊടുക്കാനാണ്. അത്ര ഗതികെട്ട് കിടന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഹിന്ദുക്കളൊക്കെ ഒരുപാട് പുറത്തൊക്കെ പോയി വേണു, വിദേശ രാജ്യങ്ങളിൽ പോയി
മറ്റൊരുപാട് സ്ഥലങ്ങളിൽ പോയി. അവരെല്ലാം വന്ന് പണം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പണം കൊടുത്തിട്ടാണ് നടത്തുന്നത്. കള്ളപ്പണമാണോ അത്? ഏത് വിദേശ രാജ്യത്തു നിന്നാണ് നമുക്ക് പണം വരാനുള്ളത്? മറ്റ് മതങ്ങളെ പോലെ, ഇസ്ലാം മതം പോലെ, ക്രിസ്ത്യൻ മതം പോലെ മതപരിവർത്തനത്തിലോ നിങ്ങൾ അമ്പലത്തിൽ ഉത്സവം നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് ഏത് രാജ്യമാണ് പൈസ തരുന്നത്? വേണോ? ഏതെങ്കിലും രാജ്യം പൈസ തരുന്നുണ്ടോ? നിങ്ങളത് വേണോ? അത് അന്വേഷിക്കണം. നമുക്ക് വേണു ഇനി വീഡിയോ അയച്ചു തരാം. വേണുവിന്റെ സുഹൃത്തുക്കൾക്ക്, വേണു നമ്പർ എൻ്റെ സുഹൃത്തുക്കൾ അയച്ചു തരാം. വേണു നമുക്കത് അന്വേഷിക്കണം. ഏത് വിദേശ രാജ്യത്തു നിന്നാണ് മുസ്ലാം മതത്തിലേക്ക് ആളുകളെ മതപരിവർത്തനത്തിന് ഉൾപ്പെടെ പണം വരുന്നത് പോലെ, പള്ളികൾക്ക് പണം വരുന്നത് പോലെ, സുവിശേഷത്തിനും ക്രിസ്ത്യ മതങ്ങൾക്കും പണം വരുന്നത് പോലെ, CSR ഫണ്ട് വരുന്ന പോലെ, കേരളത്തിൽ ഏത് CSR അല്ല മറ്റേ FCRI ഫണ്ട് വരുന്നത് പോലെ കേരളത്തിലെ ഏത് അമ്പലത്തിനാണ് വിദേശ ഫണ്ട് വരുന്നത്? ഇത് ചർച്ച ചെയ്യണം വേണു. വളരെ ഗുരുതരമാണ് വേണുവിന്റെ ആരോപണം. അങ്ങനെ വളരെ സാമട്ടിൽ പറഞ്ഞു പോയി സുഡാപ്പികളെയും കമ്മികളെയും കൊങ്ങികളെയും എല്ലാവരെയും സുഖിപ്പിക്കാനുള്ള ഒരു ലൈനിലോ വെറുതെ ഒന്ന് സ്ലൈഡ് വഴി അങ്ങ് പറഞ്ഞു പോയാൽ പോരാ. വേണു കാര്യകാരണ സഹിതം, ഡേറ്റ സഹിതം, ഉത്തരവാദിത്വത്തോടുകൂടി വേണു സംസാരിക്കണം. ഹിന്ദു സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, വേണു ഹിന്ദു നാമധാരിയായി വേണുവിനുൾപ്പെടെ അറിയാം. യവന്മാരെ തന്തയ്ക്ക് വിളിച്ചാലും തള്ളയ്ക്ക് വിളിച്ചാലും ഒരുത്തനും ചോദിക്കാനില്ല. അങ്ങനെ ചോദിച്ചാൽ അവരെ ഉടനെ സംഘപരിവാറാക്കാം, BJP ആക്കാം, വേറെ നമുക്ക് അടുത്ത ക്യാപ്സൂൾ ഇറക്കാം. ഹിന്ദുക്കളെ വല്ലതും ചെയ്ത് തള്ളയ്ക്ക് ആരെങ്കിലും തന്തയ്ക്കും വിളിച്ചാൽ, അതിനാരെങ്കിലും പ്രതിഷേധിച്ചാൽ അവരെ നമുക്ക് സംഘപരിവാറങ്ങാക്കി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ. വേണു ഈ പണി മതിയാക്കണം. തൊഴിലുറപ്പിന് പോകണം വേണു. കുറെ വർഷമായില്ലേ വേണു ഈ പണിയൊക്കെ തുടങ്ങിയിട്ട്? ഇനിയിപ്പോൾ മതി വേണു, റിട്ടയർ ചെയ്യാൻ. നമുക്ക് എല്ലായിടത്തും റിട്ടയർമെന്റ് ഉണ്ടല്ലോ. തൊഴിലുറപ്പിന് പോകൂ, അല്ലെ വല്ല ബീഡിക്കട നടത്തൂ, പെട്ടിക്കട നടത്തൂ. എന്തൊരു ഗതികേടാണ് താങ്കൾ ഈ പറയുന്നത്? കേരളത്തിൽ 10,000-കണക്കിന് ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും പൂജ നടത്താൻ, നിത്യപൂജ നടത്താൻ പൈസയില്ല. അവിടെ ആളുകളുടെ പിരിവെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഭക്തർ കൊടുക്കുന്ന പൈസയിലാണ് ചെയ്യുന്നത്. ഭക്തരിൽ മുതലാളിമാരുണ്ടല്ലോ, അവർ പലതും സ്പോൺസർ ചെയ്യുമെന്നേ. അന്നദാനത്തിന് ആളുകൾ പണം കൊടുത്തിട്ടാണ് അന്നദാനം നടത്തുന്നത്. ഓരോരുത്തരും കൊണ്ട് ബില്ലടച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തെ അന്നദാനത്തിന് 2,000 രൂപ, 3,000 രൂപ, 2 ദിവസം. ഇതെല്ലാം പ്രസാദമായിട്ടാണ് ചെയ്യുന്ന. ആളുകളുടെ പ്രാർത്ഥനയാണ്, ആളുകളുടെ അർച്ചനയാണ്. എന്താണ് വേണു ഈ പറയുന്നത്? വിവരക്കേട് പറയുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ ഹിന്ദുവിന്റെയും സംഘപരിവാറിന്റെയും ആളൊന്നുമല്ല. പക്ഷേ ക്ഷേത്രങ്ങളെ തള്ളിപ്പറയുമ്പോൾ ഇതൊരു ഫാഷനല്ലേ? നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ നിങ്ങൾക്ക് എന്തുവേണം ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ശാസ്ത്രം പ്രചരിപ്പിക്കാം, യുക്തിവാദം പ്രചരിപ്പിക്കാം, നിങ്ങൾക്ക് എന്തും ചെയ്യാം. പക്ഷെ കള്ളക്കണക്കുകൾ പറയുക, കള്ളക്കഥകൾ പറയുക, ക്ഷേത്രത്തെക്കുറിച്ച് അപഖ്യാതികൾ പറഞ്ഞാൽ, പണ്ടൊരു നേതാവ് ശ്രീമതി ടീച്ചർ പറഞ്ഞു, ക്ഷേത്രത്തിൽ സ്ത്രീകൾ പോകുന്നത് ക്ഷേത്രത്തിന്റെ കുളത്തിൽ പോയി കുളിച്ച് അടിവസ്ത്രവും ധരിക്കാതെ മേൽവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ശരീരം ഒട്ടിപ്പിടിച്ച് അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ അത് അങ്ങനെ തൊഴുന്ന സ്ത്രീകൾക്ക് ഒരു സാഫല്യം കിട്ടും, അവരുടെ ശരീരവടിവ് കാണാനാണ് പുരുഷന്മാർ പോകുന്നതെന്നും. പിന്നെ അവസാനം അത് വലിയ വിവാദമായി. ജി സുധാകരൻ പറഞ്ഞു നമ്പൂതിരിമാരെടുത്തിരിക്കുന്ന കോണകം പുറത്ത് കാണാം, അവർ കുറച്ചുകൂടെ വലിയ മുണ്ടെടുക്കണമെന്ന്. വലിയ വിവാദമായി. വേണു പണ്ട് കാലം മുതൽ വേണു പറയുക ഇവിടെ ക്ഷേത്രങ്ങൾ വേണ്ടാന്ന്. വേണു നാസ്തികനാണ്, നിരീശ്വരവാദിയാണ്, യുക്തിവാദിയാണെങ്കിൽ വേണു പറയുക ആരും ക്ഷേത്രത്തിൽ പോകരുത്. വേണുവിന് ആഹ്വാനം ചെയ്യാം, 100% വേണുവിന് ആഹ്വാനം ചെയ്യാം. ഇവിടെ ആരും അമ്പലത്തിൽ പോകരുത്, ദൈവമൊന്നുമില്ല, അത് തട്ടിപ്പാണ്, പറ്റിപ്പാണ്, അള്ളാഹുവും യേശുവും ഒക്കെ ഉള്ളൂ, നമ്മളെ ദൈവമൊന്നും, ഹിന്ദു ദൈവങ്ങളെ ഇല്ല, അതെല്ലാം തട്ടിപ്പാണ്, ഉടായിപ്പാണ്, അവിടെ ആരും പോകരുത്. അതൊക്കെ ബ്രാഹ്മണന്മാർക്കും നമ്പൂതിരിമാർക്കും പോറ്റിമാർക്കും അയ്യർമാർക്കൊക്കെ ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളാണ്. അവിടെയൊന്നും ആരും പോകരുത്, കാണിക്ക പൈസ ഇടരുത്, 5 പൈസ ആരും കൊടുക്കരുതെന്ന് നിങ്ങൾക്ക് പറയാൻ വേണോ? ധൈര്യമായിട്ട് പറയാം. പക്ഷെ അതിന് പകരം അവിടെ അന്നദാനം കൊടുക്കുന്നതിനെ, അവിടെ ഭക്ഷണം കൊടുക്കുന്നതിനെ, അത് ഞാൻ പറഞ്ഞ പോലെ, താങ്കൾ പറയുന്ന പോലെ 3 നേരവും അടകിടക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. താങ്കൾ മാപ്പ് പറയണം കേരളത്തോട്. വേണോ വിവരക്കേട് പറയുന്നതിനൊരു പരിധിയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദു സമാജം എന്ന് പറഞ്ഞാൽ തെരുവിൽ കെട്ടിയ ചെണ്ടയാണ്. ആർക്കും കയറി കൊട്ടാം, ആ തല്ലാം, ആ ചെണ്ട അടിച്ച് പൊളിക്കാം, എന്ത് തോന്നിയവാസം വേണോ കാണിക്കാം. കാരണം അത് സഹിഷ്ണുതയുടെയും സഹാനുഭൂതിയുടെയും സഹകരണത്തിൻ്റെയും ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിതശൈലി നയിക്കുന്ന ആളുകളാണ്. അവരെ തലയ്ക്ക് മുകളിൽ കൂടെ കയറി മറിഞ്ഞാലും അവരൊന്നും ചെയ്യത്തില്ല. അവരുള്ള സ്വത്ത് ചോദിച്ചാൽ തരും. അവരെ പെണ്ണുങ്ങളെ, പിന്നെ സ്ത്രീകളെ ചോദിച്ചാൽ, കല്യാണം കഴിക്കാനാണെങ്കിൽ കല്യാണം കഴിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു തരും. ഒക്കെ ചെയ്യും, എല്ലാം ചെയ്യും.
അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ചരിത്രമാണ് വേണു. അങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത കൊടുങ്ങല്ലൂരിലേക്ക് ചരിത്രം ഇവിടെ ഉണ്ട്, ചേരമൻ പള്ളിയുടെയൊക്കെ ചരിത്രം ഇവിടെ ഉണ്ട് വേണു. അപ്പോൾ അതുകൊണ്ട് വേണു ഇത് വിട്ടുപിടിക്കുക. ചില സാധനങ്ങൾ കിളച്ച് പിടിക്കൂല വേണു, ഇത് വിട്ടുപിടിക്കുക. വേണു തൽക്കാലം വേറെ പണിയില്ലെങ്കിൽ തൊഴിലുറപ്പിന് പോവുക, അല്ലെങ്കിൽ മറ്റ് പണികൾ പെട്ടിക്കട നടത്തുക, ഇതിലേക്ക് വിട്ടേക്കുക. ഹിന്ദു സമാജത്തിന്റെ അട്ടിപ്പേറൊന്നും ഞാനും എടുത്തിട്ടില്ല, വേണു എടുത്തിട്ടില്ല. ഹിന്ദു സമാജത്തിന്റെ നവോത്ഥാനം നടത്താൻ വേണുവിനെ ആരും ഏൽപ്പിച്ചിട്ടില്ല, എന്നെയും ആരും ഏൽപ്പിച്ചിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോട്ടെ, അമ്പലത്തിൽ പോട്ടെ, ഇഷ്ടമുള്ളവർ സ്പോൺസർ ചെയ്യട്ടെ, ഇഷ്ടമുള്ള പൈസ ആളുകൾ കൊടുക്കട്ടെ, ഇഷ്ടമുള്ളവർ ഭക്ഷണം കഴിക്കട്ടെ. അവർ 2 നേരമോ 3 നേരമോ ഇനി അമ്പലത്തിൽ ഫുള്ളിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവർ ഭക്ഷണം കഴിച്ചോട്ടെ. ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ് ആൻഡ് മൈൻ.